വാർത്തകൾ തുടരുന്നു. മോട്ടോർ ബൈക്ക് ഉപേക്ഷിച്ച നിലയിൽ കണ്ടെത്തി. പൂക്കോട്ടുപാടം തോട്ടേക്കാടാണ് 3 ദിവസത്തിലധികമായി ബൈക്ക് നിർത്തിയിട്ടിരിക്കുന്നത്. നിലമ്പൂർ പെരുമ്പിലാവ് സംസ്ഥാന പാതയ്ക്കരികിൽ തോട്ടേക്കാട് നമസ്കാര പള്ളിക്ക് സമീപമാണ് ബൈക്ക് നിർത്തിയിട്ടിരിക്കുന്നത്. യമഹ ലിബറോ കമ്പനിയുടെ ബൈക്കാണ് നിർത്തിയിട്ടിരിക്കുന്നത്. 3 ദിവസമായും ഉടമസ്ഥൻ എത്താതിരുന്നത് നാട്ടുകാരെ പരിഭ്രാന്തിയിലാക്കിയിരിക്കുകയാണ്. സംഭവത്തിൽ പോലീസ് ഇടപെടണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. 3 മക്കളെയും കൊണ്ട് കാമുകനോടൊപ്പം ഒളിച്ചോടിയ സ്ത്രീ മാസങ്ങൾക്ക് ശേഷം നാട്ടിൽ തിരിച്ചെത്തി ഭർത്താവിനൊപ്പം പോയി. കരുവാരക്കുണ്ട് തരിശിലെ കളരിക്കൽ രാജപ്പന്റെ ഭാര്യ രേഖയാണ് കാമുക ജീവിതത്തിന് വിരാമമിട്ട് നാട്ടിലെത്തിയത്. 1.5 മാസം മുമ്പാണ് രേഖ മക്കളെയും കൂട്ടി കാമുകനോടൊപ്പം ഒളിച്ചോടിയത്. ഭർത്താവ് രാജപ്പൻ വിദേശത്തായിരിക്കുമ്പോഴാണ് ഒളിച്ചോട്ടം നടന്നത്. വിവരമറിഞ്ഞ് രാജപ്പൻ വിദേശത്തു നിന്നും നാട്ടിലെത്തി പോലീസിൽ പരാതി നൽകിയിരുന്നു. കാമുകനായ സജിയുടെ ഭാര്യ തന്റെ ഭർത്താവിനെ കാണാനില്ലെന്ന് കാണിച്ച് പോലീസിൽ പരാതി നൽകുകയും സൈബർ സെല്ലിന്റെ സഹായത്തോടെ കണ്ടെത്തുവാനുള്ള ഊർജിത ശ്രമം നടത്തുകയുമായിരുന്നു. അന്വേഷണം ഊർജിതമായതോടെ രേഖ രാജപ്പനെ വിളിച്ച് കുട്ടികളെ കൊണ്ടുപോകാൻ ആവശ്യപ്പെടുകയായിരുന്നു. രേഖ സജിയുമൊത്ത് തിരുവനന്തപുരം തമ്പാനൂർ റെയിൽവേ സ്റ്റേഷൻ പരിസരത്തായിരുന്നു താമസിച്ചിരുന്നത്. തിരുവനന്തപുരത്തെത്തി പോലീസ് നാട്ടിലേക്ക് തിരിച്ചു കൊണ്ടുപോരുകയായിരുന്നു. SI PK രാധാകൃഷ്ണന്റെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘമാണ് ഇവരെ നാട്ടിലെത്തിച്ചത്. പിന്നീട് ഇവരെ നിലമ്പൂർ ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് മുമ്പാകെ ഹാജരാക്കുകയും രേഖയെ ഭർത്താവിനോടൊപ്പം പോകാൻ അനുവദിക്കുകയും ചെയ്തു. നിലമ്പൂർ പെരുമ്പിലാവ് സംസ്ഥാന പാതയിൽ ബൈക്കും ഓട്ടോയും കൂട്ടിയിടിച്ച് ഒരാൾക്ക് പരിക്കേറ്റു. കല്ലാമുല സ്രാമ്പിക്കല്ല് നെയ്യമ്പാടത്ത് ഉമ്മറിനാണ് പരിക്കേറ്റത്. കല്ലാമുല സെന്റ് മേരീസ് ഓർത്തഡോക്സ് ദേവാലയത്തിന് സമീപമായിരുന്നു അപകടം സംഭവിച്ചത്. നിലമ്പൂരിൽ നിന്ന് കാളികാവിലേക്ക് വരികയായിരുന്ന ഓട്ടോറിക്ഷയുടെ വീൽ ഊരിത്തെറിച്ചതിനെ തുടർന്ന് നിയന്ത്രണം വിട്ട് ബൈക്കിലിടിക്കുകയായിരുന്നു. ഗുരുതരമായി പരിക്കേറ്റ ഉമ്മറിനെ പെരിന്തൽമണ്ണയിൽ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കരുവാരക്കുണ്ട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ആർട്സ് ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ ക്രിസ്മസ് ആഘോഷ പരിപാടി സംഘടിപ്പിച്ചു. പരിപാടിയുടെ ഭാഗമായി പുൽക്കോട് നിർമ്മാണ മത്സരം നടത്തി. മത്സരത്തിൽ 33 ടീമുകൾ പങ്കെടുത്തു. UP ഹൈസ്കൂൾ വിഭാഗങ്ങളിലാണ് മത്സരം നടത്തിയത്. വിദ്യാലയത്തിൽ എല്ലാ വർഷവും ഗ്രീറ്റിംഗ് കാർഡ് മത്സരമാണ് സംഘടിപ്പിക്കാറ്. ഇത്തവണ പുതുമയാർന്ന മത്സരം എന്ന നിലയിലാണ് പുൽക്കോട് നിർമ്മാണ മത്സരം നടത്തിയത്. 33 ടീമുകളിലായി 500ഓളം വിദ്യാർത്ഥികളാണ് മത്സരത്തിൽ പങ്കെടുത്തത്. ഹൈസ്കൂൾ തലത്തിൽ 9H, 8A, 9L എന്നീ ക്ലാസുകൾ 1, 2, 3 സ്ഥാനം കരസ്ഥമാക്കിയപ്പോൾ UP തലത്തിൽ 7J, 7C, 6F എന്നീ ക്ലാസുകൾ 1, 2, 3 സ്ഥാനങ്ങൾ കരസ്ഥമാക്കി. മത്സര വിജയികൾക്ക് പ്രധാനാധ്യാപകൻ A. സത്യൻ സമ്മാനങ്ങൾ വിതരണം ചെയ്തു. മത്സരങ്ങൾക്ക് ആർട്സ് ക്ലബ് ഭാരവാഹികളായ ഫഹദ്റാസ്, ഹിബ മെഹബൂബ്, ജീനാന, ഷഹന എന്നിവർ നേതൃത്വം നൽകി. പെരുന്നാളിന്റെ ഭാഗമായി മലഞ്ചി മത്സരവും നടത്തിയിട്ടുണ്ട്. ഇപ്പോൾ കേരളത്തിൽ ആദ്യമായി സ്കൂൾ തലത്തിൽ നടത്തുന്ന പുൽക്കൂട് മത്സരവും നമ്മുടെ സ്കൂളിൽ തന്നെ നടത്താൻ കഴിഞ്ഞതിൽ വളരെ സന്തോഷമുണ്ട്. അത് ആർട്സ് ക്ലബിൻ്റെ കീഴിൽ തന്നെ നടത്തിയതിൽ ഞങ്ങൾക്ക് വളരെ ചാരിതാർത്ഥ്യമുണ്ട്. സമഗ്ര ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയിൽ സൗജന്യ ചികിത്സയ്ക്കുള്ള സ്മാർട്ട് കാർഡ് കേരള ഷോപ്പ് ആൻഡ് കൊമേഴ്ഷ്യൽ എസ്റ്റാബ്ലിഷ്മെന്റ് തൊഴിലാളി ക്ഷേമനിധി ബോർഡിൽ അംഗത്വമുള്ള എല്ലാ തൊഴിലാളികൾക്കും സ്വയം തൊഴിൽ ചെയ്യുന്നവർക്കും ലഭിക്കും. ഇതിനായി ഡിസംബർ 1 മുതൽ 15 വരെ അതത് അക്ഷയ കേന്ദ്രങ്ങളിൽ പേര് രജിസ്റ്റർ ചെയ്യണമെന്ന് ജില്ലാ എക്സിക്യൂട്ടീവ് ഓഫീസർ അറിയിച്ചു. തൊഴിലാളികൾക്ക് ബോർഡ് നൽകിയിട്ടുള്ള അംഗത്വ കാർഡും റേഷൻ കാർഡിന്റെ പകർപ്പും സഹിതം താമസ സ്ഥലത്തിനടുത്തുള്ള അക്ഷയ സെന്റർ മുഖേന രജിസ്ട്രേഷൻ നടത്താം. കൂടുതൽ വിവരങ്ങൾക്ക് ക്ഷേമനിധി എക്സിക്യൂട്ടീവ് ഓഫീസ്, അക്ഷയ സെന്റർ എന്നിവയുമായി ബന്ധപ്പെടണം. ഫോൺ നമ്പർ 0423734409. ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ. സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ബന്ധം ജോസ് ആലുക്കാസ്. സ്വർണം ഗ്രാമിന് 2675 രൂപ, പവന് 21,400 രൂപ, വെള്ളി ഗ്രാമിന് 56 രൂപ. സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് ബന്ധം ജോസ് ആലുക്കാസ്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. വിദ്യാർത്ഥികളോട് അപമര്യാദയായി പെരുമാറിയ ചോക്കാട് UP സ്കൂളിലെ അറബി അധ്യാപകനെതിരെ വകുപ്പ് തല നടപടികൾ എടുക്കാത്തതിൽ പ്രതിഷേധിച്ച് DYFI പ്രവർത്തകർ ഉപരോധ സമരം സംഘടിപ്പിച്ചു. ഉപരോധ സമയത്ത് ജില്ലാ പഞ്ചായത്ത് വിദ്യാഭ്യാസ സ്ഥിരസമിതി അധ്യക്ഷ KP ജൽസീമിയ ഉൾപ്പെടെയുള്ള ലീഗിന്റെ നേതാക്കൾ സ്കൂളിലെത്തിയത് ലീഗുകാരൻ അധ്യാപകനെ സംരക്ഷിക്കാനാണെന്ന് DYFI ആരോപിച്ചു.
മുല്ലപ്പെരിയാർ ഡാം പ്രശ്നത്തിൽ പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ട് മേഖലയിൽ പ്രതിഷേധം ശക്തം. വണ്ടൂരിൽ യൂത്ത് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ഉപവാസ സമരവും അമരമലം പഞ്ചായത്തിലെ കവളമുക്കട്ടയിൽ സ്കൂൾ വിദ്യാർത്ഥികളുടെ പ്രതിഷേധ റാലിയും നടന്നു. മലപ്പുറം ജില്ലയിലെ അംഗീകൃത കടവുകളിൽ വീണ്ടും മണൽ വാരാൻ അനുമതി. നിലവിലുള്ള അളവിൽ ഈ മാസം 8-ാം തീയതി മുതൽ 15 ദിവസത്തേക്കാണ് അനുമതി. ഇതോടുകൂടി ഈ വാർത്താ ബുള്ളറ്റിൻ അവസാനിക്കുന്നു. നമസ്കാരം.